ഹലോ, സിയ ചിഞ്ചു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് അയിരൂർ ഫെസ്റ്റ് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ മേമയുടെ മക്കളാണ്. അപ്പോൾ അമ്മമ്മ ഇതാ, അഞ്ചു ഇതാ അവിടെ ഉണ്ട്, സിയാപ്പി ഇതാ. അപ്പോൾ ഞങ്ങളെല്ലാവരും റെഡി ആയിട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ആദ്യം അമ്മമ്മേനെ വിളിച്ചപ്പോൾ അമ്മമ്മ ഇല്ല എന്ന് പറഞ്ഞു കേട്ടോ. അമ്മമ്മയ്ക്ക് തീരെ വയ്യ, നടക്കാനൊന്നും വയ്യ. പക്ഷേ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വിചാരിച്ചിട്ട് ഞങ്ങൾ വിളിച്ചു. അങ്ങനെ അങ്ങനെ അമ്മേനെ നിർബന്ധിച്ചിട്ട് കൊണ്ടുപോകട്ടെ ഞങ്ങൾ. അപ്പോൾ ഇതാ സന്ധ്യ മേമ അതാ ഇവിടെ ഉണ്ട്, അമ്മ അതാ റെഡി ഉണ്ട്. അപ്പോൾ ഞങ്ങളിത് പോകാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ പോകുമ്പോൾ ഞങ്ങൾ വീടിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് തന്നെ പാട്ടൊക്കെ കേൾക്കാം. അപ്പോൾ സിയാപ്പി ഭയങ്കര ഡാൻസിൽ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് സിയാപ്പി ഡാൻസ് കളിങ്ങനെ കണ്ടിട്ടേ. ഇത് 3 ദിവസത്തെ ഒരു ഫെസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് ലാസ്റ്റ് ഡേ ആണ് ഇന്ന്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ പോവാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേ ആണ് ഞങ്ങൾ എത്തുന്നത്. അപ്പോൾ ഇന്നലെയൊക്കെ നല്ല ജനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പോകാമെന്ന് വിചാരിച്ചിട്ട് ഇതാ ഞങ്ങൾ പോവാണ്. അപ്പോൾ ഞാനിത് സിയാപ്പിയുടെ കൈ പിടിച്ചിട്ട് നടക്കുകയാണ് കേട്ടോ അങ്ങോട്ട്. അപ്പോൾ അവിടെ തമ്പോലത്തിൻ്റെ സെറ്റ് ഉണ്ടല്ലോ, അത് അവിടെ ഉണ്ട്. പിന്നെ ചെക്കന്മാരുടെ ദഫ് ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരവിടെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഇത് അവിടെ ഒരു സ്റ്റേജ് കാണുന്നില്ലേ, ആ സ്റ്റേജിൻ്റെ അപ്പുറത്ത് പാടാണ്. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് നടന്നിട്ട് ആ പാടത്തിൻ്റെ അവിടെ നിന്നിട്ട് കാണാമല്ലോ വിചാരിച്ചിട്ട് അവിടെ നിന്നൂട്ടാ. അങ്ങനെ പാട്ടൊക്കെ വെച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ മക്കൾക്കൊക്കെ ഭയങ്കര ഹരമായിരുന്നു. മക്കളൊക്കെ ഡാൻസ് കളിക്കാൻ തുടങ്ങിയിട്ടാ. ഇവർക്ക് പിന്നെ പാട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഡാൻസിൻ്റെ കാര്യം പറയുന്നും വേണ്ടല്ലോ. മക്കളല്ലേ, ഇപ്പോൾ ഡാൻസ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അവർ. അവിടെ റോട്ടിൽ തമ്പോലത്തിൻ്റെ സെറ്റ് ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്യുമ്പോൾ ഇവിടെ നമ്മുടെ മക്കൾ അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കാണുമ്പോൾ ഭയങ്കര ഭയങ്കര സന്തോഷമായി. ഈ പരിപാടികളൊക്കെ കൊണ്ടുപോകുന്നത് അയിരൂർ സെൻറ്ററിലേക്ക് കേട്ടോ. അയിരൂർ സെൻറ്ററിൻ്റെ അവിടേക്ക് നടക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പിന്നെ അങ്ങോട്ട് നടക്കുക കേട്ടോ. പിന്നെ അത് മേമ അതാ സിയാപ്പീനെ എടുത്തിട്ടുണ്ട്. മേമ ഡാൻസൊക്കെ കളിച്ചിട്ടാട്ടോ വരുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അങ്ങോട്ട് സെൻറ്ററിൻ്റെ അവിടേക്ക് നടക്കാൻ വിചാരിച്ചു കേട്ടോ. അങ്ങനെ പോകുമ്പോൾ അതാ ലെഫ്റ്റ് സൈഡിലായിട്ട് കുറേ കുട്ടികൾക്ക് വേണ്ട എല്ലാവിധ സാധനങ്ങളും ഉണ്ട് കേട്ടോ. കളിക്കുന്നതും വള മാല അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ. അങ്ങനെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഐസ്ക്രീം വണ്ടി കണ്ടത് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഈ ഐസ്ക്രീമിൻ്റെ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ കരഞ്ഞപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ട് പോകാണ്ടായിരുന്നു, സെൻറ്ററിൻ്റെ അവിടേക്ക് പോകാണ്ട് ഇനിയും പരിപാടികൾ കാണാനൊക്കെ ഉണ്ട്, അത് കണ്ട് കഴിഞ്ഞിട്ട് മേടിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സെറ്റാക്കി വെച്ചിരുന്നതാണ്. പിന്നെ ഐസ്ക്രീമിൻ്റെ വണ്ടി കണ്ടപ്പോൾ മക്കളല്ലേ, ഇവരെ കരയാണ്ടിരിക്കില്ലല്ലോ. ഐസ്ക്രീമിൻ്റെ മെയിനായിട്ടുള്ള ഒരാളാണ്. അങ്ങനെ അതൊക്കെ മേടിച്ചു കൊടുത്ത് പിന്നെ അവർ വെള്ളം ചോദിച്ചപ്പോൾ പിന്നെ ഒരു വീട്ടിലേക്ക് പോയിട്ട്. അപ്പോൾ ഈ ചേട്ടൻ ഉണ്ടല്ലോ ഞങ്ങൾക്ക് വെള്ളം എടുത്ത് തന്നു കേട്ടോ. പിന്നെ ഞങ്ങൾക്കുണ്ടല്ലോ ഈ മഞ്ഞ ചക്കരമത്ത ഉണ്ടല്ലോ, അത് മുറിച്ചിട്ട് മക്കൾക്ക് കൊടുത്തോളി പറഞ്ഞിട്ട് ഞങ്ങൾ കയ്യിൽ തന്നു കേട്ടോ. അങ്ങനെ സിയാപ്പിയൊക്കെ അത് കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇത് അവിടെ നിന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾ സെൻറ്ററിൻ്റെ അവിടേക്ക് പോയിട്ടാണ്. സെൻറ്ററിൻ്റെ അവിടേക്ക് പോയപ്പോൾ ഇതാ ഓരോ പരിപാടിയായിട്ട് പെർഫോം ചെയ്തിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഓരോ പരിപാടി വരും, എന്നിട്ട് അവർ പെർഫോം ചെയ്യും, എന്നിട്ട് പിന്നെ പോകൂട്ടാ. അങ്ങനെ ഓരോരുത്തരായിട്ട് കളിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ പോയപ്പോൾ ഇതാ ഇവരുടെ പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ ഇതാ മക്കളൊക്കെ ഭയങ്കര ഡാൻസ് കളിക്കട്ടെ. ലച്ചും വാമിയൊക്കെ നല്ലതായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ. സിയാപ്പി എന്താണ് അവൻ എൻ്റെ ഒക്കെ തന്നെ ഇരിക്കുന്നു കേട്ടോ. കാരണം ഇവരെ വാമിയും ലച്ചും ഡാൻസ് കളിക്കണ കണ്ടിട്ട് എൻ്റെ ഒക്കത്തിരുന്ന് അവരെന്നെ നോക്കുക തന്നെയായിരുന്നു കേട്ടോ. പിന്നെ അവൾക്ക് ഉറക്കം വരുന്ന ഒരു ഇതുണ്ടായിരുന്നു, ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കാം എൻ്റെ ഒക്കെ തന്നെ ഇരിക്കുമായിരുന്നു ഉറക്കത്തിൻ്റെ ഒരു ഇതിലേ. അപ്പോൾ ഇത് അവരുടെ ദഫ്മുട്ട് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഓരോ പരിപാടിയായിട്ട് വന്ന് കളിച്ചിട്ട് പിന്നെ അടുത്തതായിട്ട് ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ അത് അവരുടെ പെർഫോമൻസ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ.
പിന്നെ ദഫ്മുട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്തത് തമ്പോലായിരുന്നു കേട്ടോ. അവരും നന്നായിട്ട് അടിപൊളിയായിട്ട് കൂട്ടിയിട്ട് പോയിട്ടാ. പിന്നെ ഉള്ളത് പെൺകുട്ടികളുടെ ഡാൻസ് ആയിരുന്നു, വീരനാട്യം എന്നൊക്കെ പറയില്ലേ, അതായിരുന്നു കേട്ടോ. അപ്പോൾ അവർ അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട്. അങ്ങനെ ചേച്ചിമാരുടെ ഡാൻസ് ആയപ്പോൾ കുട്ടികളൊക്കെ ഒതുങ്ങിയിരിക്കാൻ തുടങ്ങിയിട്ടാ. അത് കാണാൻ വേണ്ടിയിട്ട് അവരതിനൊക്കെ നിലത്തിരുത്തിയിട്ട് അവരെയൊക്കെ ഇരുന്ന് കാണുന്നുണ്ട് കേട്ടോ. പറയാതിരിക്കാൻ വയ്യ, നല്ല അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ. പെൺകുട്ടികളുടെ ഡാൻസ് അടിപൊളിയായിരുന്നു. അത് അവരത്രയും എഫേർട്ട് എടുത്തിട്ട് ഒരുപാട് പാട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ അവർ അതിനനുസരിച്ച് എഫേർട്ട് എടുത്തിട്ട് കളിച്ചിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ, അടിപൊളിയായിരുന്നു. ഈ വീഡിയോയുടെ സോങ് ഞാൻ മ്യൂട്ടാക്കി കേട്ടോ, കാരണം നമുക്ക് കോപ്പിറൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ സോങ് ഇടാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാട്ടോ